everyone. Welcome to Roshnisfoodnlife. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെ നിങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി മറ്റൊന്നുമല്ല, ഒരു ചട്നി റെസിപ്പിയാണ്. അതായത് ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ഇഡ്ഡലിയുടെ ദോശയുടെയും കൂടെ കഴിക്കുന്നത് തേങ്ങാ ചട്നിയാണല്ലേ. അപ്പോൾ പലരും ടൊമാറ്റോ ചട്നി അങ്ങനെ ട്രൈ ചെയ്യാറില്ല അല്ലേ. എന്നാൽ ചിലർ ചെയ്യുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് ടൊമാറ്റോ ചട്നിയൊക്കെ ചെയ്യും. കാരണം അധികം എരിവില്ലാതെ ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാൻ നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി ടൊമാറ്റോ ചട്നി തയ്യാറാക്കി എടുക്കുന്നതെന്ന്. നമ്മുടെ തക്കാളി ചട്നി തയ്യാറാക്കിയെടുക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി മുള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 2 തക്കാളിയും 1 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് തക്കാളി മുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ചട്നി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴേ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാമേ. എരിവിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ തക്കാളി ഉള്ളിലേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എങ്ങനെയുണ്ടെങ്കിലും നമ്മുടെ ടൊമാറ്റോ ചട്നി അടിപൊളിയായിട്ടില്ലേ? വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചട്നിയാണ്. ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് അരച്ചെടുക്കുന്നത് പാടേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇഡലിയൊക്കെ ആണെങ്കിൽ ഒന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം അപ്പം തന്നെ നമുക്ക് ചട്നി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലിടാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആദ്യം വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.